ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിച്ച ഒരു വിചിത്രമായ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എല്ലാവരും എന്നാ പറയുന്നു? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? റാഹത്താണോ? കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ നാട്ടിലിപ്പോൾ ഈ അടുത്തിടെ നടന്നൊരു സംഭവമാണല്ലോ, വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായിട്ട് ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു. എന്താ പറയുക, പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. സത്യം പറയാനുള്ളൊരു വീഡിയോസ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ പോലും ഇല്ല. ഇങ്ങനത്തെ ഓരോ ഇത് കാണുമ്പോൾ സത്യം മനസ്സൊക്കെ ഇതായി പോവുക. കുഞ്ഞു കുഞ്ഞു മക്കളൊക്കെ എന്താ പറയുക, പടച്ചോൻ്റെ പരീക്ഷണം എന്നല്ലാണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലേ. പടച്ചോൻ്റെ പരീക്ഷണം നമ്മൾ നേരിടുക, അതിപ്പോൾ എന്ത് തന്നെ ആയാലും. അപ്പോൾ അവരുടെ കബറിടം പടച്ചോൻ വിശാലാക്കി കൊടുക്കട്ടെ, നമുക്ക് ദുആ ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് പുതിയൊരു കണ്ടൻറ്റുമായിട്ടാണ്. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, എപ്പോഴും ഓരോ കണ്ടൻറ്റുമായിട്ടായിരിക്കും വരുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തിട്ട് കാണുക. ഒരുപാട് ആൾക്കാർ ലൈക്ക് ചെയ്യാണ്ട് കണ്ടിട്ട് പോകുന്നവരുണ്ട്. ചിലപ്പോൾ അവർക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം, അതുകൊണ്ട് ആയിരിക്കാം. എന്നാലും ജസ്റ്റ് നിങ്ങളൊന്ന് കാണുന്നതല്ലേ, ജസ്റ്റ് ഒരു ലൈക്ക് എന്നൊരു ബട്ടണിൽ കുത്തുന്നതിന് എന്താ പൈസ കൊടുക്കണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് കുത്തിയാൽ മതിയല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, ആ ബെൽ ബട്ടണിലൊന്ന് കുത്തുക. അപ്പോൾ ഓക്കെ ആവും കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് എൻ്റെ ഇങ്ങനത്തെ വാചകമടി കേൾക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ആകുമ്പോൾ എത്ര വയസ്സുണ്ടാവും? 14 അല്ലേ. ആ 14 വയസ്സായ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിക്ക് പെട്ടെന്ന് ഒരു വയറുവേദന ഉണ്ടാകുന്നു സ്കൂളിൽ വെച്ചിട്ട്. അപ്പോൾ ഈ പെൺകുട്ടിയെ പെട്ടെന്ന് അവരെന്താ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചെക്കപ്പൊക്കെ ചെയ്തപ്പോൾ പെട്ടെന്ന് അവരറിയുന്നു മകൾ 3 മാസം ഗർഭിണിയാണെന്ന്. അപ്പോൾ ആ കുട്ടിയുടെ അമ്മയും അച്ഛനും പറയുന്നുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മോൾ ഒരിക്കലും അങ്ങനെ ആവില്ല. അപ്പോഴത്തേക്ക് അവരെന്താ അവളോട് കാര്യം തിരക്കി, അതാരാണ് ഇതൊക്കെ ചോദിച്ചു. അപ്പോഴത്തേക്ക് ആ കുട്ടി ഒരാളെ ചൂണ്ടിക്കാണിച്ചു. അതൊരു 24 വയസ്സുള്ള അവരുടെ വീടിനടുത്തുള്ള ഒരു പയ്യനായിരുന്നു. ആ പയ്യൻ ഈ കുട്ടിക്ക് സ്ഥിരം എന്തെങ്കിലുമൊക്കെ മേടിച്ചൊക്കെ കൊടുക്കലുണ്ട്. അപ്പോൾ സ്ഥിരം ആ പയ്യൻ ആ കുട്ടിയെ കാണലുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടി അയാളെയാണ് ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ അത് പ്രകാരം പോലീസ് കേസെടുത്തു. അങ്ങനെ ആ പയ്യനെ അറസ്റ്റ് ചെയ്തു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിച്ച ഒരു വിചിത്രമായ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 14 വയസ്സുകാരിയാണ് ഈ കഥയിലെ നായിക. ഈ വാർത്ത കേരളത്തിൽ ഒരു ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരുന്നു. സ്കൂളിലിരിക്കുന്ന സമയത്താണ് ഈ കുട്ടിക്ക് കലശലായ വയറുവേദന വരുന്നത്. അങ്ങനെ ഈ കുട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്തതിൻ്റെ പ്രകാരമായിട്ടാണ് ഈ കുട്ടി 3 മാസം ഗർഭിണിയാണെന്ന് ഈ കുട്ടിയുടെ മാതാപിതാക്കളെ ഡോക്ടർ അറിയിക്കുന്നത്. അപ്പോൾ മാതാപിതാക്കൾ ഒരിക്കലും അത് സമ്മതിച്ചില്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്ന് പറഞ്ഞു ഡോക്ടറിനോട് ഇതായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് കള്ളം പറയേണ്ട യാതൊരു കാര്യവുമില്ല. അങ്ങനെ ഈ കുട്ടിയെ നിരന്തരമായി ചോദ്യം ചെയ്തതിൻ്റെ ഇതിൽ ആ കുട്ടി ഒരാളെ ചൂണ്ടിക്കാണിച്ചു. അതാണ് ആ 24 വയസ്സുള്ള ആ സഹോദരൻ. അപ്പോൾ അയാളെ ഈ മാതാവിനും പിതാവിനും അറിയുന്ന ഒരു വ്യക്തിയാണ്, സ്ഥിരം കാണുന്നതും ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ കുട്ടി ഇയാളായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാകുന്ന വെച്ചാൽ സ്കൂൾ വിട്ട് വരുമ്പോൾ കാണും, അങ്ങനെയൊക്കെയുള്ള കോണ്ടാക്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ കുട്ടി സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കുമായിരുന്നു ഇയാൾ. അപ്പോൾ ഈ കുട്ടി പറഞ്ഞതിൻ്റെ പേരിൽ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു, അറസ്റ്റ് ചെയ്തു. ആ സമയത്താണ് ഇയാളുടെ വിവാഹം കൂടെ ആയിരിക്കുകയായിരുന്നു, അതായത് അയാളുടെ കല്യാണം ആയിരിക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ ഇയാൾ ഇങ്ങനത്തെ ഒരു കേസിൽ കുടുങ്ങിയിട്ട് ഇയാൾ അകത്ത് പോകുന്നുണ്ട്. 98 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇയാൾ പുറത്തിറങ്ങി. അപ്പോൾ ഇയാൾ പുറത്തിറങ്ങിയിട്ട് ഇതിൻ്റെ പുറകെ നടന്നു, അതായത് ഇയാൾക്ക് DNA ടെസ്റ്റ് നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ DNA ടെസ്റ്റ് നടത്തി. അപ്പോൾ ആ ഗർഭത്തിന് ഉത്തരവാദി അയാൾ അല്ല എന്ന് അറിഞ്ഞു.
നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനത്തെ കേസിലൊക്കെ അകത്ത് പോയിട്ട് ഉണ്ടെങ്കിൽ എന്തായിരിക്കും ആ ഒരു മനുഷ്യൻ്റെ സ്ഥിതി. അപ്പോൾ ഇതെല്ലാം അയാൾ സഹിച്ച് അയാൾ ആ കല്യാണക്കാരും ഒക്കെ റെഡിയായിരുന്ന സമയത്താണ് ഇയാൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ അയാളല്ല അതിന് DNA ടെസ്റ്റിൽ അയാളല്ല എന്നറിഞ്ഞ സമയത്ത് അയാൾക്ക് ഉണ്ടാവുന്ന ആ ഒരു വിഷമം എത്രത്തോളം ആയിരിക്കും അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ വീണ്ടും ചോദ്യം ചെയ്തു. അപ്പോൾ ഈ കുട്ടി വീണ്ടും വേറൊരാളിൻ്റെ പേര് പറഞ്ഞു. അതാരാന്ന് വെച്ചാൽ ആ കുട്ടിയുടെ ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ്റെ പേരാണ് പറഞ്ഞത്. അപ്പോഴും എന്താ സംഭവിച്ചേ, ആ ആളിനെ അതുപോലെ റിമാൻഡ് ചെയ്ത് ജയിലിൽ അടച്ചു. ഒരാൾ എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങിയിട്ട് അയാളും ഇതുപോലെ DNA ടെസ്റ്റിന് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ DNA ടെസ്റ്റ് ചെയ്തപ്പോൾ എന്താ ഉണ്ടായേ, അയാളും അല്ല ആ ഗർഭത്തിന് ഉത്തരവാദി. അപ്പോൾ പിന്നെ ആരാണ് എന്നുള്ളൊരു ചോദ്യമായി. അങ്ങനെ ആ കുട്ടിയെ വീണ്ടും ചോദ്യം ചെയ്യലിൽ വിളിച്ചു. അപ്പോൾ ആ കുട്ടി പറയുന്ന ഒരു പേരാണ്, അതായത് ആ അച്ഛൻ്റെ സുഹൃത്ത്, അതായത് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്ന അച്ഛൻ്റെ സുഹൃത്ത് എന്ന് പറയുന്ന ഒരാളായിരുന്നു എന്നാണ് ആ കുട്ടി പറഞ്ഞത്. സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്? നിയമങ്ങൾ എല്ലാവർക്കും അവരുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യത്തെ ഹനിക്കുമ്പോൾ അതിനെതിരെ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളത് തന്നെയാണ്, അതൊരു സംശയവുമില്ല. പക്ഷേ ഇത്തരത്തിൽ അതിനെ ദുരുപയോഗം ചെയ്യുമ്പോൾ പാവപ്പെട്ട ഒരുപാട് ആൾക്കാരുകൾ ഇതിന് ഇരയാകാറുണ്ട് അല്ലേ. ഇതിലിപ്പോൾ അവസാനം നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് പിതാവിൻ്റെ സുഹൃത്ത് എന്ന് പറയുന്ന ആളാണ്. നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യമുണ്ടല്ലേ, നമ്മളെ വീടുകളിലേക്ക് പലർക്കും കയറി വരാനുള്ള, ഏതൊരു സ്പേസിലേക്കും കയറി വരാനുള്ള ഒരു അനുവാദം കൊടുക്കുക അല്ലേ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മളെ സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഒക്കെയാണ് ഒരുപാട് പെൺകുട്ടികൾക്ക് ഇതേപോലെ ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ. നിങ്ങളൊന്ന് നോക്കിയേ, എത്ര കേസുകളാണ് അങ്ങനെ വന്നേക്കുന്നത്. അതായത് നമ്മളെ സുഹൃത്തുക്കളിൽ നിന്നോ നമ്മളെ ബന്ധുക്കളിൽ നിന്നോ ഒക്കെയാണ് ഒരുപാട് പെൺകുട്ടികൾക്ക് അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീടുകളിൽ ആരൊക്കെ വരണം ആരൊക്കെ വരണ്ട എന്ന് നമുക്ക് നിശ്ചയിക്കാവുന്നതാണ്. എവിടെയൊക്കെ വരണം എന്നതിൻ്റെ അതിർവരമ്പുകൾ നമ്മൾ നിശ്ചയിച്ചിരിക്കണം. അല്ലെങ്കിൽ ഇത്തരം ഒരുപാട് ദാരുണ അനുഭവങ്ങൾ നമ്മുടെ പെൺകുട്ടികൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ പെൺമക്കൾ ഉള്ളിടത്തായാലും അല്ലാത്തിടത്തായാലും ഉള്ള വീടുകളിൽ ഇത്തരം ബൗണ്ടറികൾ സെറ്റ് ചെയ്യാൻ എല്ലാ രക്ഷകർത്താക്കളും എപ്പോഴും ബോധവാന്മാരാകുക. ഇപ്പോൾ ഈ ഒരു മെസ്സേജാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഏത് വീടുകളിലായാലും ആരൊക്കെ വരണം ആരൊക്കെ വരണ്ട എന്ന് നിശ്ചയിക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ.